വൈജയന്തി റൂമിലേക്ക് കടന്നു വരുന്നതാണ് എപ്പിസോഡിൻ്റെ തുടക്കം തന്നെ. വൈജയന്തി എന്നിട്ട് ബാലേന്ദ്രനോട് ചോദിക്കും, ബാലേന്ദ്രൻ എപ്പോൾ വന്നു എന്ന് ചോദിക്കും. മറുപടിയായിട്ട് ബാലേന്ദ്രൻ പറയും, ഞാൻ കുറച്ച് നേരമായി വന്നിട്ടെന്ന്. അപ്പോൾ വൈജയന്തി അലീനയെക്കുറിച്ച് ചോദിക്കും, അലീനയെ പറഞ്ഞയച്ചില്ലായിരുന്നു എന്ന് ചോദിച്ച് ദേഷ്യപ്പെടും. അപ്പോൾ ബാലേന്ദ്രൻ പറയും, അതെന്തിനാ അവളെ പറഞ്ഞയക്കുന്നത്, രാവിലെ നടന്നതൊക്കെ നീ മറന്നോ എന്ന് ചോദിക്കും. അപ്പോൾ വൈജയന്തി ചോദിക്കും, നമ്മൾ രാവിലെ ശമ്പളം കൊടുത്ത് അവളോട് പൊയ്ക്കോളാൻ പറഞ്ഞല്ലേ എന്ന്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, രാവിലെ ഹരി മനുവിനെയും കൂട്ടി വന്നിട്ട് സത്യാവസ്ഥ എല്ലാം പുറത്തു കൊണ്ടുവന്നതല്ലേ, അലിനയുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലെന്ന് മനസ്സിലായതല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ബാലേന്ദ്രൻ്റെ പെട്ടിയിൽ നിന്ന് രൂപ എടുത്തത് അവളല്ലേ, അതിന് തെളിവൊന്നുമില്ലല്ലോ അവളല്ല എന്നുള്ളതിനെന്ന് പറയും. ഉടനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, അലീനയുടെ കയ്യിലുണ്ടായിരുന്ന പൈസ അത് അവൾക്ക് ബ്രിജിത മമ്മി കൊടുത്തതാ. ബ്രിജിത മമ്മിക്കാണെങ്കിൽ ആ പൈസ കൊടുത്തത് നിൻ്റെ അച്ഛനും. ഇത്രയെങ്കിലും നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് വിശ്വാസമില്ല. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് ആരെയാണ് പിന്നെ വിശ്വാസം എന്ന്. എനിക്ക് ആരെയും വിശ്വാസമില്ല എന്ന് ദേഷ്യത്തിൽ വൈജയന്തി മറുപടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ കളിയാക്കി ചോദിക്കുകയാണെ, സാക്ഷാൽ ഈശ്വരൻ വന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുവോ എന്ന് കളിയാക്കി ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ വൈജയന്തി പരിഹസിക്കേണ്ട, രാവിലെ ഇവിടെ നടന്നത് മുഴുവൻ മനുവും ഹരിയും കൂടെ അഭിനയിച്ച നാടകമാണെന്ന് ബാലേന്ദ്രനോട് പറയുവാണ്. അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ ഭയങ്കര സംശയത്തോടെ നോക്കുവാണെങ്കിൽ, നാടകമോ എന്നിട്ട് ചോദിക്കുവാണ്, ഇപ്പോഴും നീ അലീനയുടെ ഭാഗത്ത് തന്നെയാണോ കുറ്റം എന്ന് പറയുന്നതെന്ന് ചോദിക്കുവാണ്. അപ്പോൾ വൈജയന്തി, അതെ, അതല്ലാതെ തെളിയിക്കാനുള്ള തെളിവൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഹരിയെ കൊണ്ട് സത്യങ്ങളെല്ലാം പറയിപ്പിച്ചല്ലോ എന്ന്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഇന്നലെ രാത്രി നിങ്ങൾ അങ്ങോട്ട് ഫോൺ ചെയ്ത് മനുവിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലോ. അപ്പോൾ മനു ആരാ മോൻ, മനു ഹരി സിനിമയ്ക്ക് പോയിട്ട് വന്നപ്പോഴേക്കും അവർ തമ്മിൽ പ്ലാൻ ചെയ്ത് ആലോചിച്ച് വെച്ച് ഇവിടെ വന്ന് നടത്തിയ നാടകമാണ് അതെന്ന് പറയുന്നു. അപ്പോൾ സ്വന്തം അനിയൻ അലീനയോടൊരു മോശം ബന്ധം ഉണ്ടെന്ന് അറിഞ്ഞാൽ മനുവിന് കൂടെ അല്ലേ നാണക്കേട്, അതുകൊണ്ട് മനു ഹരിയെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിപ്പിച്ചാന്ന് പറയുന്നു. എന്നിട്ട് 3 പേരും കൂടെ രക്ഷപ്പെട്ടെന്നൂടെ പറയുന്നു, അലീനയും ഹരിയും മനു. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, കൊള്ളാം, ഇതുപോലൊരു വിചിത്രവാദം അന്താരാഷ്ട്ര കോടതിയിൽ പോലും ഒരു വക്കീലും പാലിച്ചിട്ടുണ്ടാവില്ലെന്ന് വൈജയന്തി കളിയാക്കി പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുവാണ്, ആടിനെ പട്ടിയാക്കുന്ന വിധം എന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇതേ ഇപ്പോൾ കണ്ടു എന്നൂടെ പറഞ്ഞ് നമ്മുടെ വൈജയന്തിക്ക് 2 കൊട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ബാലേന്ദ്രന് ഒരു സാമാന്യ ബുദ്ധിയില്ലേ, രാവിലെ ഇവിടെ വന്ന് മനു പോലീസുകാരുടെ മാതിരി ഹരിയെ ചോദ്യം ചെയ്ത് ഹരി തത്ത പറയണ പോലെ എല്ലാം പറഞ്ഞ് സമ്മതിച്ചെന്ന്. ഇവിടുത്തെ വേലക്കാരിയായി ഒരു മോശം ബന്ധമുണ്ടെന്ന് ഹരി സമ്മതിക്കുമോ? സമ്മതിച്ചാൽ അവന് തന്നെയല്ലേ കുറച്ചില്, പിന്നെ അവന് നമ്മൾ ഈ വീട്ടിൽ കയറ്റുമോ? അതുകൊണ്ട് അവൻ അലീനയെ ഒഴിവാക്കി എല്ലാ കുറ്റവും സ്വയം അങ്ങ് ഏറ്റെടുത്തു. ഇതൊക്കെ കൊണ്ട് നിങ്ങളെ പറ്റിക്കാൻ കൊള്ളാം, എന്നെ ഇതൊന്നും കാണിച്ച് പറ്റിക്കാൻ കൊള്ളില്ലെന്ന് വൈജയന്തി ഇങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഹരി പറഞ്ഞതായിട്ട് രോഹിത് ഇന്നലെ കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തിയല്ലോ, അപ്പോൾ നീ അതെല്ലാം വിശ്വസിച്ചല്ലോ. നിൻ്റെ വിശ്വാസം ഒരു നൂൽക്കമ്പി പോലെയാണ്, അത് എങ്ങോട്ട് വേണമെങ്കിലും ഒടിക്കാനും വളയ്ക്കാനും ഒക്കെ പറ്റുമെന്ന് പറഞ്ഞു പിന്നെയും കളിയാക്കുവാണ്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ ഒന്നും പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടില്ല, എന്തെല്ലാമോ നടന്നിട്ടുണ്ടെന്ന് ഉള്ളത് സത്യം തന്നെയാണ്. ഈ വീട്ടിൽ ഇതിനു മുമ്പ് വേലക്കാരികൾ ജോലിക്ക് നിന്നിട്ടുണ്ട്, പക്ഷെ ഇങ്ങനൊരു പ്രശ്നം ആരും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ബാലേന്ദ്രന് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, വൈജയന്തി എനിക്ക് ഭ്രാന്താവുന്നു എന്ന് ദേഷ്യത്തിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തിയുടെ ഫേസിലൊരു പുച്ഛം തന്നെയാണ് കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നിനക്ക് തന്നെ അറിയില്ലേ, ഹരി തെറ്റുകാരനാണോ അല്ലയോ, ഒരു വള്ളത്തിൽ കാല് വയ്ക്കുമെന്ന് പറയുന്നുണ്ട്. ഒന്നെങ്കിൽ ഹരീനൊന്ന് വെള്ള പൂശ്, അല്ലെങ്കിൽ താറടിച്ച് കാണിക്കുക, രണ്ടും കൂടെ ഒരു നടയ്ക്ക് പോകില്ലെന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുവാണ്, ഹരി തെറ്റുകാരനാണ്, അലീനയും തെറ്റുകാരിയാണെന്ന്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുവാണ്, എന്ന് വെച്ചാൽ അവർ തമ്മിൽ മോശമായ ബന്ധം ഉണ്ടെന്നാണോ എന്ന്. അപ്പോൾ വൈജയന്തി പറയുമോ, എന്താ സംശയം? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, എങ്കിൽ പിന്നെ അലീനെ ഇവിടെ വച്ച് പൊറിപ്പിക്കേണ്ട, ഇപ്പം തന്നെ ഇറക്കി വിടുന്നത്. ഇത് കേൾക്കുമ്പോൾ വൈജയന്തി ഭയങ്കര ഹാപ്പിയാവും. എന്നിട്ട് രാവിലെ ഇവിടെ വന്ന് നാടകം കളിച്ച ആ 2 പട്ടികളെയും ഇവിടെ വിളിച്ച് വരുത്തി അവരുടെ ചെകിടത്ത് 2 പൊട്ടിക്കണം എന്നൂടെ പറയുവാണ്, നമ്മുടെ മനുവിനെയും ഹരീനെയും വിളിച്ച് വരുത്തുന്ന കാര്യം കേട്ടോ. എന്നിട്ട് നമ്മുടെ ബാലേന്ദ്ര ഫോൺ എടുക്കുവാണ് ഹരീനെയും മനുവിനെയും വിളിക്കാൻ വേണ്ടി. വൈജയന്തിക്ക് അപ്പോൾ ടെൻഷനാവുന്നു, വൈജയന്തി ഫോൺ ഇങ്ങനെ തട്ടിപ്പറിക്കാൻ നോക്കുവാണ് കേട്ടോ. എന്നിട്ട് പറയുവാണ്, മനുവും ഹരി ആരാണ്, ബാലേന്ദ്രൻ്റെ വീട്ടിൽ കയറി വന്ന് കളിക്കുന്നത്, കള്ള റാസ്കിൾസ് എന്നൊക്കെ പറഞ്ഞ് നല്ല ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തി ഇതെല്ലാം കേട്ട് പേടിച്ച് നിൽക്കുവാണ് കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രൻ വൈജയന്തിയോട് പറയുകയാണ്, വൈജയ്, നീ ഇങ്ങനെയൊന്നും അല്ല പെരുമാറേണ്ടത്, നമ്മുടെ തെറ്റ് തിരിച്ചറിഞ്ഞ് അലീനയുടെ അടുത്ത് പോയിട്ട്
സോറി പറയണം. അങ്ങനെ പറയുവാണെങ്കിൽ നിൻ്റെ വില ഒന്നും ഇടിഞ്ഞു പോകില്ലെന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുവാണ്, എനിക്ക് അവളുടെ മുമ്പിൽ പോയി ഇങ്ങനെ നിൽക്കാനും പറയാനും താല്പര്യമില്ല. നിങ്ങൾ ആശ്വസിപ്പിച്ച് കാണുമല്ലോ വന്നപ്പോൾ തന്നെ, അതാണല്ലോ അവളിങ്ങനെ പോവാതെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് ഒന്ന് വഴക്കിടുന്നുണ്ട് ചെറുതായിട്ട്. എന്നിട്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട്, രോഹി അവളുടെ മുൻപിൽ പോയി ക്ഷമ ചോദിക്കണം എന്നാണോ താൻ പറയുന്നതെന്ന് ബാലേന്ദ്രനോട് തിരക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയുവാണ്, തെറ്റ് ചെയ്താൽ അങ്ങനെ തന്നെ ചെയ്യണമെന്ന്. അപ്പോൾ വൈജയന്തി ദേഷ്യത്തിൽ ചോദിക്കുവാണ്, ഓ എന്നേക്കാളും എൻ്റെ മക്കളെക്കാളും വലുതാണോ തനിക്ക് അലീന എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, വിഡ്ഢി ചോദ്യങ്ങൾ ചോദിച്ച് സ്വയം വിഡ്ഢിയാവാതിരിക്കുമെന്ന്. അപ്പോൾ വൈജയന്തി പറയുവാണ്, ഈ വീട്ടിൽ അവൾ കാരണം ഇത്രയും പ്രശ്നം ഉണ്ടായേ, അതുകൊണ്ടാണ് അവൾ നമ്മൾ പറഞ്ഞു വിട്ടത്. രാവിലെ ഇവിടെ നടന്ന നാടകം അനുസരിച്ച് അവൾക്ക് മേൽക്കൈ കിട്ടിക്കഴിഞ്ഞാലോ ഇപ്പോൾ ഒന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നു, എന്ത് മേൽക്കൈ? അപ്പോൾ വൈജയന്തി, അവൾ സത്യസന്ധ, പച്ചവെള്ളം പോലും ചവച്ചിറക്കുന്നവൾ. അവൾ പണം മോഷ്ടിച്ചുണ്ടെന്ന് സംശയിച്ച ഞാനും അവളെ പറ്റിക്കാൻ ശ്രമിച്ച ഹരിയും ഹരി പറഞ്ഞ കള്ളങ്ങൾ വിശ്വസിച്ച രോഹിത്തും എല്ലാം ഇനി അവളുടെ മുമ്പിൽ അപരാധികളല്ലേന്ന് ചോദിക്കും. അപ്പോൾ വൈജയന്തി പിന്നെ പറയുവാണ്, അവൾക്കിനി ഞാനും എല്ലാവരേക്കാളും കേമി എന്ന രീതിയിൽ എല്ലാവരുടെ മുൻപിൽ ഞെളിഞ്ഞു നിൽക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ബാലേന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, അവൾ അങ്ങനെ തന്നെ നിൽക്കട്ടെ, നിരപരാധികൾ തന്നെയല്ലേ അങ്ങനെ നടക്കണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തി, അവൾ അങ്ങനെ നിൽക്കുന്നത് കാണാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ അവളെ പറഞ്ഞയച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയുവാണ്, അലീന നിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞോ നീ അവളെ തെറ്റിദ്ധരിച്ചത് മോശമായി പോയി എന്ന്? എന്നിട്ട് അലീന ജോലിയൊന്നും ചെയ്യാതെ വെറുതെ ഇരുന്നോ? ഇല്ലല്ലോ. പക്ഷെ നിന്റെ മനസ്സിലുണ്ട് അവളെ വെറുതെ സംശയിച്ചല്ലോ എന്ന നാണക്കേട്. അത് മായ്ച്ചു കളയാൻ വേണ്ടിയാണ് നീ അവളെ ഇങ്ങനെ ദ്രോഹിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇങ്ങനെ സോറി പറയുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എൻ്റെ പട്ടി പറയും അവളോട് സോറിന്ന്. അപ്പോൾ ബാലേന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറയുവാണ്, എന്തിനാ വൈജയ് അവളോട് ഇത്ര ശത്രുത എന്ന്. അപ്പോൾ വൈജയന്തി ചോദിക്കുകയാണ്, എനിക്ക് അവളോട് ശത്രുതയില്ല, അവളെങ്ങനെ എനിക്ക് ശത്രു ആവുന്നത്? ഇതുവരെ ശത്രു ആയിട്ടില്ല, ഇനി ആവാതെ ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞ് വൈജയന്തി റൂം വിട്ട് ഇറങ്ങി പോവാണ്. അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ എന്തോ ആലോചിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അലീന അടുക്കളയിൽ ചപ്പാത്തി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വൈജയന്തി അടുക്കളയിലേക്കാണ് വരുന്നത്. അലീനയുടെ തൊട്ട് പുറകിൽ നിന്ന് വൈജയന്തി ഇങ്ങനെ മിണ്ടാൻ നിൽക്കുവാണ്. അലീന പെട്ടെന്ന് പേടിച്ചു പോവും കേട്ടോ. എന്നിട്ട് വൈജയന്തിയോട് ചോദിക്കുകയാണ്, അലീന ചായ എടുക്കട്ടെ എന്ന്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, നിൻ്റെ കാല് പിടിച്ച് ചോദിക്കണം ഒരു ചായ കിട്ടാൻ വേണ്ടിയിട്ടെന്ന്. അപ്പോൾ അലീന പറയുവാണ്, കഴിഞ്ഞ ദിവസം മാഡം പറഞ്ഞതായിരുന്നല്ലോ ചോദിച്ചിട്ട് ചായ എടുത്താൽ മതി, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറയുന്നത്. അപ്പോൾ വൈജയന്തിക്ക് അതൊന്നും ഓർമ്മയില്ല. അപ്പോൾ വൈജയന്തി പറയുവാണ്, എനിക്കെപ്പോഴും പലം മൂടാൻ ഞാൻ തോന്നുന്ന പോലെയൊക്കെ ചെയ്യുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വൈജയന്തി പറയുവാണ്, നീ ഇവിടെ നങ്കൂര് ഉറപ്പിച്ചെന്ന് കരുതി സന്തോഷിക്കേണ്ട, മനു വന്നത് കൊണ്ടാണ് നീ കഷ്ടിച്ച് രക്ഷപ്പെട്ടതെന്ന് പറയുവാണ്. അപ്പോൾ അലീന പറയുവാണ്, എങ്ങോട്ട് രക്ഷപ്പെട്ടതെന്നാണ്? വരച്ചട്ടിയിൽ നിന്ന് വീണ്ടും വരച്ചട്ടിയിലേക്ക് തന്നെ, ഇതാണ് എസ്കേപ്പ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൈജയന്തി, മനുവിനെ കൊണ്ട് നാടകം കളിപ്പിച്ചല്ലേ നീ രക്ഷപ്പെട്ടതെന്ന് തിരികെ ചോദിക്കുന്നു. അത് കേട്ട് അലീന ചോദിക്കുന്നു, നാടകമോ? എന്ത് നാടകം എന്ന്. അപ്പം നമ്മുടെ വൈജയന്തി പറയുന്നുണ്ട്, എല്ലാം എനിക്കറിയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, മേഡത്തിനൊന്നും അറിയില്ല, അലീന ഉള്ളിൽ മറ്റു കാര്യങ്ങൾ വിചാരിച്ചാണ് പറയുന്നത്, അതുകൊണ്ടാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണമെന്ന് പറയുന്നത്. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ അറിയാമെന്ന്. അപ്പോൾ അലീന വളരെ വിഷമത്തോടെ കണ്ണൊക്കെ നിറഞ്ഞ് പറയുന്നുണ്ട്, എനിക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞ് നടന്നു പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്തിട്ട് ചായ വെക്കുന്നു. വൈജയന്തി അലീനയുടെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നെ തോൽപ്പിച്ച് അധിക നാളിവിടെ വാഴ എന്ന് വിചാരിക്കേണ്ടെന്ന് അലീനയോട് പറയുവാണ് വൈജയന്തി. അപ്പോൾ അലീന വളരെ കൂളായി പറയുന്നുണ്ട്, എനിക്കിവിടെ എൻ്റെ ജീവിതം ഏകദേശം മതിയായി നിൽക്കുവാണെന്ന്. അലീന ചായയായിട്ട് വൈജയന്തിയുടെ കൂടെ അടുക്കളയിലേക്ക് വരുന്നു, ചായ കൊടുക്കുന്നു. പിന്നെ വൈജയന്തി ചായ കുടിക്കുന്നു. അലീന തിരിഞ്ഞു നോക്കിയൊന്ന് ചിരിച്ചിട്ട് പോകുകയാണ് ചെയ്യുന്നത്. പിന്നെ രോഹിത്തിൻ്റെ റൂമിൽ ആരെയോ ഫോൺ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ അടിച്ച് നടക്കുന്ന സീനാണ് അടുത്ത കാണിക്കുന്നത്. അപ്പോൾ രോഹിത്ത് ഫോൺ കട്ടിലേക്ക് ഇടുവാണ്. അപ്പോൾ ഫോണിൻ്റെ ബെല്ലടിക്കുമ്പോൾ രോഹിത്ത് ഓടിപ്പോയി എടുക്കുന്നു. ടെൻഷൻ അടിച്ചാണ് എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് രോഹിത്ത് ചോദിക്കുവാണ്, നിനക്കിത് എന്തു പറ്റി? നിന്നെ പകൽ ഒരുപാട് തവണ വിളിച്ചു, നീ എന്താ ഫോൺ എടുക്കാത്തതെന്ന്. അപ്പോൾ ഹരിയാണ് ഇപ്പുറത്തെ വശത്ത്. ഹരി പറയുന്നുണ്ട്, ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ തിയേറ്ററിൽ സിനിമ കാണാൻ പോയിരിക്കുമായിരുന്നു എന്ന്. അപ്പോൾ രോഹിത് ഉടനെ ചോദിക്കുവാണ്, നിനക്കൊരു ടെൻഷനും ഇല്ലേ? രാവിലെ ഈ വീട്ടിൽ നടന്നതൊക്കെ നീ മറന്നോ? നിന്നെ തൊലി ഇരിച്ച് ഇഞ്ചിയും പച്ചമുളകും തേച്ച് നിലത്തിട്ട് ചതച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരി ഉടനെ പറയുവാണ്, അതെല്ലാം ഒരു നാടകമായിരുന്നു എന്ന്. അപ്പോൾ രോഹിത് ഉടനെ ചോദിക്കുന്നുണ്ട്, അലീനെക്കുറിച്ച് നീ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നില്ലേ? മനുവേട്ടൻ വന്ന് എല്ലാം പൊളിച്ചില്ലേ? നീ തന്നെ അച്ഛൻ്റെ അടുത്ത് വന്ന് എല്ലാം സമ്മതിച്ചില്ലേ? അപ്പോൾ ഹരി പറയുവാണ്, അതെ, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു, ഞാൻ പിന്നെ എന്ത് ചെയ്യണം? അതെല്ലാം ഞാൻ തന്നെ ചെയ്തതാണെന്ന് സമ്മതിക്കണം. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ വീട്ടിലുള്ളവരൊക്കെ എന്നെക്കുറിച്ച് എന്ത് കരുതും? പിന്നെ വീട്ടിൽ കയറ്റുമോ? അതുകൊണ്ട് ഇതെല്ലാം ഒരു നാടകമായിരുന്നു എന്ന് ഹരി ഇങ്ങനെ പറയുവാണ്. രോഹിത്
ഹരി പറയുന്നത് വിശ്വസിക്കുന്നുണ്ട്. എന്നിട്ട് ഹരി പറയുകയാണ്, ഞാൻ അങ്ങനെയൊക്കെ സമ്മതിച്ചു കൊടുത്തത് അവൾക്ക് വേണ്ടിയാണ്, അവൾ അവിടെ നിൽക്കാൻ വേണ്ടിയാണ്, അവളെക്കൊണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക്. അപ്പോൾ രോഹിത് തിരികെ ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോഴും പറയുന്നത് അലീനയുമായി നിനക്ക് രഹസ്യബന്ധം ഉണ്ടെന്ന് തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹരി അത് സമ്മതിക്കുവാണ്. അതെ, അതാണല്ലോ പറഞ്ഞത്. എന്നിട്ട് ഹരി പറയുന്നുണ്ട്, ഒരിക്കൽ ഞാനവിടെ വരുമ്പോൾ നീ ക്ലാസ് കട്ട് ചെയ്ത് വീട്ടിലുണ്ടായിരിക്കണം, അന്ന് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ. എന്നിട്ട് ഹരി രോഹിത്തിനോട് പറയുകയാണ്, ഞാൻ പറയുന്നതല്ല നീ മനസ്സിൽ വയ്ക്കണം, നീ എന്തിനാണ് എല്ലാവരോടും പറഞ്ഞു നടക്കുന്നതെന്നൊക്കെ. അപ്പോൾ രോഹിത് പറയുവാണ്, അത് അതിനൊരു കാരണമുണ്ട്, അത് നീ വരുമ്പോൾ ഞാൻ പറയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ദിവസം ഞാനും നീയും അലീനയും മാത്രം കടപ്പാട്ടൂരിലെ വീട്ടിൽ വെച്ച് ഒത്തുകൂടും, അത് വളരെ രഹസ്യമായിരിക്കണം എന്നൊക്കെ നമ്മുടെ ഹരി രോഹിത്തിനോട് പറയുന്നുണ്ട്. രോഹിത് ഇതൊക്കെ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രേവതിക്കുട്ടിയുടെ വീടാണ്. രേവതിക്കുട്ടി പട്ടിക്ക് ഫുഡ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഡ്രൈവർ അത് കണ്ട് രേവതിക്കുട്ടിയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഡ്രൈവർ വന്ന് ചോദിക്കുന്നുണ്ട്, പട്ടിക്കുള്ള ഫുഡ് ഞാൻ കൊടുത്തോളാം എന്ന് പറയുന്നു. അപ്പോൾ രേവതി തമാശയ്ക്ക്, വേണ്ട, ചേട്ടനുള്ളത് ചേട്ടനെടുത്തോ, ഇത് പട്ടിക്കുള്ളതാണ്, ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് പട്ടിയുടെ അടുത്ത് പോയിട്ട് പട്ടിക്ക് ഫുഡ് കൊടുത്ത് അവനോട് സംസാരിക്കുവാണ്. അലീന ചേച്ചി വന്നാൽ നിന്നെ പേടിപ്പിക്കും, നീ മര്യാദയ്ക്ക് അയച്ചോ എന്നൊക്കെ പറഞ്ഞ് പട്ടീനെ പേടിപ്പിക്കുകയാണ്. എന്നിട്ട് തിരികെ വരുമ്പോൾ ഡ്രൈവർ ചോദിക്കുവാണ്, നീ പട്ടിയെ ചട്ടം പഠിപ്പിക്കുവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ, പിന്നെ ചേട്ടനെ പഠിപ്പിക്കണമെന്നൊക്കെ അവൾ തിരികെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഡ്രൈവർ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ എന്നെ ഒരു മൈൻഡ് ഇല്ലാത്തത്, ഞാൻ നിന്നേക്കാൾ സീനിയർ അല്ലേ, ആ ഒരു റെസ്പെക്റ്റ് തരേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി അയിന് എന്നാണ് മറുപടി പറയുന്നത്. അപ്പോൾ ഡ്രൈവർ പറയുന്നുണ്ട്, നമ്മൾ ജോലിക്കാരല്ലേ, നമ്മൾ തമ്മിലൊരു ഐക്യമത്യമൊക്കെ വേണ്ടേന്ന്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നത്, എനിക്ക് മദ്യം വേണ്ടെന്നാണ്, ചേട്ടൻ വാങ്ങി കുടിച്ചോ എന്നൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഡ്രൈവർ പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ ചില മറുപടികൾ തീരെ പിടിക്കുന്നില്ലെന്ന്. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ചേട്ടന് പിന്നെ എന്താ വേണ്ടതെന്ന്. അപ്പോൾ ഡ്രൈവർ പറയുന്നുണ്ട്, സിനിമയിലൊക്കെ വേലക്കാർ തമ്മിലൊരു സഹകരണമുണ്ട്. എന്നിട്ട് പഴയ സിനിമയിൽ ഉദാഹരണങ്ങളൊക്കെ എടുത്ത് പറയുവാണ്. രേവതിക്കുട്ടിക്ക് സിനിമയെ പറ്റിയൊന്നും അറിയാത്തത് കൊണ്ട് രേവതിക്കുട്ടി പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ ചേട്ടൻ സിനിമയിലേക്ക് പോകും, എന്നിട്ട് ഇഷ്ടമുള്ള ജോഡിയെ തിരഞ്ഞെടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ രേവതിക്കുട്ടി ഡ്രൈവറിനെ കളിയാക്കിയിട്ട് വീട്ടിലേക്ക് കയറി പോവാണ്. പിന്നെ കാണുന്നത് ഗ്രേസ് അമ്മ കാല് വയ്യാതെ കഷ്ടപ്പെട്ട് നടന്നു വരുന്നതാണ്. രേവതിക്കുട്ടീനെ 2-3 തവണ വിളിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ വിളിയിൽ രേവതിക്കുട്ടി മേളിൽ നിന്ന് ഓടി താഴെ വരുന്നുണ്ട്. അപ്പോൾ ഗ്രേസ് അമ്മ ചോദിക്കുന്നുണ്ട്, നീ എവിടെയായിരുന്നു എന്നൊക്കെ. മഴ കണ്ട് നിൽക്കുമായിരുന്നു എന്ന് രേവതിക്കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ ഗ്രേസ് അമ്മ പറയുന്നുണ്ട്, കാല് മരവിച്ചു, കാല് തിരുമ്മി തരാൻ പറയുമ്പോൾ അവളൊരു ഓയിൽമെൻ്റ് ആയിട്ട് വന്നിട്ട് കാലിങ്ങനെ തിരുമ്മി കൊടുക്കുവാണ്. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ആ മേളത്തെ മുറി, അതായത് ഗ്രേസ് അമ്മയുടെ മോൻ്റെ റൂം ഞാൻ ക്ലീൻ ചെയ്തോട്ടെ, അവിടെ പൊടി പിടിച്ച് കിടക്കുവാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗ്രേസ് അമ്മ അത് വേണ്ടെന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി പറയുന്നു, അത് ഇഷ്ടപ്പെട്ടവരുടെ സാധനങ്ങൾ നമ്മളെന്നും വൃത്തിയായിട്ടല്ലേ വെക്കുന്നത്, പിന്നെ എന്താ അത് വൃത്തിയാക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു വിളക്ക് കത്തിക്കണം, ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗ്രേസ് അമ്മ അത് കേട്ടിങ്ങനെ ശരിയാണല്ലോ എന്ന രീതിയിൽ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അവിടെ എല്ലാം വൃത്തിയാക്കിയിട്ട് അവിടെ ഫോട്ടോയൊക്കെ നിരത്തി വെച്ച് വൈകുന്നേരം വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ. അപ്പോൾ ഗ്രേസ് അമ്മ ഇങ്ങനെ അത് ആലോചിക്കുമ്പോഴാണ് നമ്മുടെ എപ്പിസോഡ് ഇന്നത്തെ തീരുന്നത് കേട്ടോ.